പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, ഇന്ന് നമുക്ക് ചർച്ച ചെയ്യാനുള്ളത് 8ാം ക്ലാസ്സിലെ സാമൂഹ്യശാസ്ത്രത്തിലെ ആദ്യത്തെ പാഠമായിട്ടുള്ള ആദ്യകാല മനുഷ്യജീവിതം എന്ന് പറയപ്പെടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചാപ്റ്ററാണ്. ഇതിൻ്റെ തുടക്കത്തിൽ തന്നെ വടക്കു പടിഞ്ഞാറൻ ഫ്രാൻസിലുണ്ടായ ഒരു കഥയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അഥവാ ഫ്രാൻസിലെ ലാസ്കോ എന്ന് പറയുന്ന പ്രദേശത്ത് 2 കുട്ടികൾ അവരുടെ വേട്ടപ്പട്ടിയുമായി മുയലുകളെ വേട്ടയാടാനിറങ്ങുകയും പൊന്തക്കാടുകളിലും മാളങ്ങളിലും മുയലുകളെ തിരഞ്ഞു നടക്കുന്നതിനിടയിൽ ഈ വേട്ടപ്പട്ടിയെ നഷ്ടപ്പെടുകയും അവസാനം ഈ കുട്ടികൾ വേട്ടപ്പട്ടിയെ തേടി വളരെ വിദൂരത്തേക്ക് നടന്നപ്പോൾ വലിയൊരു ഗുഹക്കകത്ത് അവർ അകപ്പെടുകയും പിന്നീട് ഈ ഗുഹയെക്കുറിച്ച് അന്വേഷിച്ചപ്പോൾ നൂറ്റാണ്ടുകളായി ആരുടെയും ശ്രദ്ധയിൽപ്പെടാതിരുന്ന ഒരു ഗുഹയാണ് അതെന്ന് മനസ്സിലാക്കുകയും ഗുഹാഭിത്തികളിലുണ്ടായിരുന്ന വർണ്ണങ്ങളിൽ കുതിരയുടെയും കാട്ടുപോത്തിൻ്റെയും കാളയുടെയും മാനിൻ്റെയും ഒക്കെ ചിത്രങ്ങൾ കാണുകയും വളരെ പണ്ടുകാലത്ത് ജീവിച്ചിരുന്ന ഒരു ജനതയെക്കുറിച്ച് അതിൽ നിന്ന് വിവരങ്ങൾ ലഭിക്കുകയും ചെയ്തു. പിന്നീട് ചരിത്രകാരന്മാർ ആ ഗുഹയിൽ പോയി ആ ചരിത്രത്തെക്കുറിച്ചും ആ ആദ്യകാല മനുഷ്യരെക്കുറിച്ചും അന്വേഷിക്കുകയുണ്ടായി. ഇങ്ങനെ നിരവധി ഗുഹാചിത്രങ്ങൾ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ കാണാൻ കഴിയും. ഇതെല്ലാം ആദ്യകാല മനുഷ്യജീവിതത്തെക്കുറിച്ചുള്ള ധാരാളം അറിവുകൾ നൽകുന്നുണ്ട്. ഈ ഒരു പാഠഭാഗത്ത് വളരെ കൃത്യമായിട്ട് ശിലായുഗത്തെക്കുറിച്ചാണ് നമുക്ക് പഠിക്കാനുള്ളത്. എന്താണ് ശിലായുഗം എന്ന് പറഞ്ഞാൽ, മനുഷ്യൻ ശിലയെ, കല്ലിനെ ആയുധവും ഉപകരണവുമായി ഉപയോഗിക്കാൻ തുടങ്ങിയ കാലഘട്ടത്തെയാണ് ശിലായുഗം എന്ന് പറയുന്നത്. ശിലായുഗത്തെ 3 യുഗങ്ങളായിട്ട് വേർതിരിക്കാം. പ്രാചീന ശിലായുഗം, മധ്യശിലായുഗം, നവീന ശിലായുഗം. അതിനു പുറമെ ശിലയും ചെമ്പും ഉപയോഗിച്ചിരുന്ന, അല്ലെങ്കിൽ ശിലയും താമ്രവും ഉപയോഗിച്ചിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. അതിനെ താമ്രശിലായുഗം എന്ന പേരിലുമാണ് വിളിക്കുന്നത്. ഈ ചാപ്റ്ററിൽ പ്രാചീന ശിലായുഗവും മധ്യശിലായുഗവും നവീന ശിലായുഗവും താമ്രശിലായുഗവും അതിൻ്റെ പ്രത്യേകതകളുമാണ് നമുക്കിവിടെ വിശദീകരിക്കാനുള്ളത്. നിങ്ങൾ ഈ ചിത്രത്തിൽ കാണുന്ന പോലെ സംഘനൃത്തത്തിൻ്റെയും വേട്ടയാടുന്നതിൻ്റെയും കാട്ടുപന്നിയുടെയും കാട്ടുപോത്തിൻ്റെയും ഒക്കെ ചിത്രങ്ങൾ ഗുഹാചിത്രങ്ങളിലുണ്ടായിരുന്നു. ഈ ഗുഹാചിത്രങ്ങളുടെ ഏറ്റവും വലിയ സവിശേഷതകൾ എന്ത്? ചിത്രത്തിലുള്ള പോലെ തന്നെ മൃഗങ്ങളുടെ ചിത്രങ്ങളായിരുന്നു അധികവും. മാത്രമല്ല, അവരുടെ സാമൂഹ്യ ജീവിതവുമായി ബന്ധപ്പെട്ട, അവരുടെ തൊഴിലുമായി ബന്ധപ്പെട്ട നിരവധി ചിത്രങ്ങൾ ഈ ഗുഹാചിത്രങ്ങളിലുണ്ടായിരുന്നു. ഇവയിൽ പ്രാചീന മനുഷ്യൻ്റെ ജീവിതത്തെക്കുറിച്ചുള്ള ധാരാളം അറിവുകളുണ്ടായിരുന്നു. ഏറ്റവും പ്രധാനപ്പെട്ടത് മൃഗങ്ങളെ അവർ വേട്ടയാടിയിരുന്നു എന്നും മൃഗങ്ങളെ വേട്ടയാടാൻ വേണ്ടി കൃത്യമായി ആസൂത്രണം ചെയ്തിരുന്നു എന്നും സംഘമായാണ് വിനോദത്തിൽ ഏർപ്പെട്ടിരുന്നത് എന്നും ഈ ചിത്രങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനാകും. ഗുഹാചിത്രങ്ങളിൽ വിവിധ നിറങ്ങൾ ഉപയോഗിച്ചിരുന്നു. സസ്യങ്ങളുടെ ചാറും ചെങ്കൽപ്പൊടിയും ചേർത്ത് പുതിയ തരത്തിലുള്ള നിറങ്ങളുണ്ടാക്കിയായിരുന്നു അവർ ചിത്രങ്ങൾ വരച്ചിരുന്നത്. അതിൽ കാട്ടുപോത്ത് മുതൽ പന്നി വരെയുള്ള, ഇവക്ക് പുറമെ കുതിരയുടെയും മാനിൻ്റെയും സിംഹത്തിൻ്റെയും പുള്ളിപ്പുലിയുടെയും അങ്ങനെ അനവധി ചിത്രങ്ങൾ ഗുഹകളിൽ ഇവരുണ്ടാക്കിയിരുന്നു. മാത്രമല്ല, ആവശ്യത്തിന് സൂര്യപ്രകാശം ലഭിക്കാതിരുന്ന ഗുഹകളിൽ മൃഗത്തിൻ്റെ കൊഴുപ്പുപയോഗിച്ച് തീ കത്തിച്ചാണ് അവർ വെളിച്ചം ലഭ്യമാക്കിയിരുന്നത്. വേട്ട നടത്തേണ്ട സ്ഥലവും വേട്ടയാടേണ്ട മൃഗവും വളരെ ആസൂത്രണം ചെയ്തതിൻ്റെ ധാരാളം തെളിവുകൾ നമുക്ക് ഈ ഗുഹകളിൽ നിന്ന് കിട്ടും. മാത്രമല്ല, ഗുഹാചിത്രങ്ങൾ മുഴുവൻ അവരുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് നടത്തിയിരുന്ന വിവിധ അന്വേഷണങ്ങളായിരുന്നു ഈ ഗുഹാചിത്രങ്ങളിൽ മുഴുവൻ ഉണ്ടായിരുന്നത്. ഗുഹയുടെ മേൽഭിത്തിയിലും ചിത്രങ്ങൾ ഇവർ വരച്ചിരുന്നു. ഇത് പ്രാചീന മനുഷ്യരുടെ വൈദഗ്ധ്യമാണ് തെളിയിക്കുന്നത്. ഈ ചിത്രങ്ങളിലൂടെ പ്രാചീന മനുഷ്യർ ഓരോ കാര്യത്തിനും കൃത്യമായി പ്ലാനിങ് നടത്തിയിരുന്നു എന്നും അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട തൊഴിലായിട്ടുള്ള വേട്ടയ്ക്ക് വേണ്ടി അവർ ഒരുങ്ങുമ്പോൾ അതിനുവേണ്ടി കൃത്യമായി ആസൂത്രണം ചെയ്തതിൻ്റെ തെളിവുകളും ഈ ചിത്രങ്ങളിലുണ്ടായിരുന്നു. അഥവാ ഗുഹാചിത്രങ്ങൾ എന്ന് പറയുന്നത് പ്രാചീന
മനുഷ്യ ജീവിതത്തെക്കുറിച്ചുള്ള മുഴുവൻ വിവരവും നൽകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്രോതസ്സാണ് ഈ ഗുഹാചിത്രങ്ങൾ.